ഹലോ എവരി വൺ. അപ്പം ഞാൻ ഓണത്തിനെടുത്ത 2 ഡ്രസ്സ് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത 2 ഡ്രസ്സാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു സാരിയാണ്. ഇത് ആക്ച്വലി ഓണം വൈബ് തരുന്നൊരു സാരിയല്ല. ഇതൊരു ഓഫ് വൈറ്റ് കളർ ഒരു സാരിയാണ്. അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഗോൾഡൻ എംബ്രോയ്ഡറി വർക്ക് പോയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓണം കഴിഞ്ഞാൽ റീയൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സാരിയാണ് ഇത്. നമ്മൾ ആംബ അറ്റയർ ബൈ ശ്രുതി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് നമ്മളിത് പർച്ചേസ് ചെയ്തത്. മലൈ സിൽക്ക് സാരിയാണ്. ഭയങ്കരമായിട്ട് ഒഴുകി കിടക്കുന്ന, നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ എംബ്രോയ്ഡറി നല്ലൊരു ക്വാളിറ്റിയാണ്. പിന്നെ സാരിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്, സാധാരണ നമ്മുടെ എംബ്രോയ്ഡറി വരുന്നത് ഉടുക്കുന്ന പോർഷനിൽ മാത്രമേ എംബ്രോയ്ഡറി വരാറുള്ളൂ, ബാക്കിയുള്ളിടത്ത് എംബ്രോയ്ഡറി വരാറില്ല. പക്ഷേ ഇത് ഓൾ ഓവർ ദ സാരി. ഇതാണ് ഇതിൻ്റെ മുന്താണി പോർഷൻ. ഈ മുന്താണി പോർഷനിലും ടോപ്പ് ടു ബോർഡർ സാരി ഉണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് പോയിന്റാണ്, കുത്തുന്ന പോയിന്റാണ്. ഈ കുത്തുന്ന പോയിന്റിലും നമുക്ക് ടോപ്പിലും ബോട്ടത്തിലും എംബ്രോയ്ഡറി വരുന്നുണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് ദ സാരി എംബ്രോയ്ഡറി മുകളിലും ഉണ്ട്, താഴെയുണ്ട്. സാധാരണ നമ്മൾ സാരി ഉടുക്കുമ്പോൾ ഉടുക്കുന്ന പോർഷനിൽ മാത്രമേ ഇത് വരാറുള്ളൂ. ഓൾ ഓവർ ഇറ്റ്സ് ഗുഡ്. ഓണത്തിൻ്റെ അടുത്ത് ഞാൻ രണ്ടാമതെടുത്ത ഡ്രസ്സ്, ഇത് ആക്ച്വലി ഒരു ഡ്രസ്സാണ്. ഒരു ഫ്രോക്ക് മോഡലിൽ ഒരു എയർലൈൻ ഡ്രസ്സാണ്. ഇത് സ്ലീവ്ലെസ് ആണ്. അപ്പം നെക്സ്റ്റ് ക്രിംസൺ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. ഇതിൻ്റെ മെറ്റീരിയലിൽ തന്നെ ഗോൾഡൻ സ്ട്രൈപ്സ് പോയിട്ടുണ്ട്, വെർട്ടിക്കൽ സ്ട്രൈപ്സ്. അത് പോരാഞ്ഞിട്ട് അവരിവിടെ ഹാൻഡ് പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അവരിത് ഹാൻഡ് പെയിൻറ്റ് ചെയ്തതാണ്. പിന്നെ അവർ കഴുത്തൊക്കെ എൻ്റെ സൈസിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റൈലിംഗ് വീഡിയോസ് വരുന്ന വീഡിയോസിൽ കാണാം. അപ്പോൾ ടാറ്റാ.